ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നതാണ്. ടെൻസിന്റെ പേരൊന്നും പഠിക്കണമെന്നില്ല. നമ്മൾ മലയാളത്തിൽ ഞങ്ങൾ പോകാറുണ്ട്, ഞങ്ങൾ പഠിക്കാറുണ്ട്, ഞങ്ങൾ എഴുതാറുണ്ട്. ഇത് മലയാളത്തിൽ നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുന്നതിനാണ് എന്ത് പറയുന്നത്? ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നൊക്കെ പറയുന്നത്. വീണ്ടും ആവർത്തിക്കുകയാണ്. എന്താണ് ഇത്? ടെൻസിന്റെ പേരൊന്നും പഠിക്കണമെന്നില്ല. സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഉണ്ടാക്കുന്നത് സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും ഈ ഫോമേ വയ്ക്കുള്ളൂ, പ്രസന്റ് ഫോം. വെർബിന് 4 പ്രധാന ഫോംസ് ആണുള്ളത്, നമ്മൾക്കറിയാം. അതിൽ ഈ പ്രസന്റ് ഫോം ആണ് ഈ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ 2 വാചകങ്ങൾ നമ്മൾ കണ്ടു. ഞാൻ എഴുതാറുണ്ട്. ഇനി അതിന്റെ ചോദ്യം എന്താണ്? ഡു ഐ റൈറ്റ്, ഡു ഐ റൈറ്റ്, ഡു ഐ റൈറ്റ്, ഡു ഐ റൈറ്റ്. അതാണ്. ഇപ്പൊ ഉണ്ടാക്കാനുള്ള കാരണം നമ്മൾ കണ്ടു. ഈ റൈറ്റ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷുകാർ 2ആയിട്ട് മുറിക്കും. എന്തിനു വേണ്ടിയാണ്? ചോദ്യം ഉണ്ടാക്കാനും നെഗറ്റീവ് ഉണ്ടാക്കാനും. അതായത് ഞാൻ എഴുതാറില്ല, റൈറ്റ് നോട്ട് എന്നൊന്നും അല്ല പറയുന്നത്, ഡോൺ റൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിലെ എല്ലാ വാക്കുകളും അതുപോലെ മുറിക്കാൻ പറ്റും. അർത്ഥത്തിന് ഒരു വ്യത്യാസവും വരുന്നില്ല എന്ന് നമ്മൾ കാണുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഡുവില് ഡു എന്ന വെർബ് വേറെയുണ്ട്, ചെയ്യുക എന്നുള്ളത്. ആ ഡു അല്ല ഇത് വേറെ ഡു ആണ്. ഇങ്ങനെ മുറിക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ അത് ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഡു ഐ റൈറ്റ്. ഇതിന്റെ നെഗറ്റീവ് എന്താണ്? ആ ഡുവിന്റെ കൂടെ നോട്ട് എന്ന് വയ്ക്കും. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഡോണ്ട്. ഡു നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? ഡോണ്ട്. അപ്പൊ ഞാൻ എഴുതാറില്ല, ഐ ഡോണ്ട് റൈറ്റ്, അല്ലെങ്കിൽ ഐ ഡു നോട്ട് റൈറ്റ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ഐ ഡോണ്ട് റൈറ്റ് എന്നേ പറയുള്ളൂ, ഐ ഡു നോട്ട് റൈറ്റ് എന്ന് പറയില്ല. എഴുതുമ്പോഴൊക്കെ ഐ ഡു നോട്ട് റൈറ്റ് എന്നൊക്കെ എഴുതുള്ളൂ. സംസാരത്തിൽ നമ്മൾ ഡോണ്ട് എന്നുള്ള ഷോർട്ട് ഫോം വയ്ക്കും. അപ്പൊ ഐ ഡോണ്ട് റൈറ്റ്, ഞാൻ എഴുതാറില്ല. ഐ ഡോണ്ട് റൈറ്റ് ലെറ്റേഴ്സ്, ഞാൻ എഴുത്തുകൾ എഴുതാറില്ല. ഐ ഡോണ്ട് റൈറ്റ് ലെറ്റേഴ്സ്. ഐ ഡോണ്ട് സ്റ്റഡി, ഞാൻ പഠിക്കാറില്ല. ഐ ഡോണ്ട് പ്ലേ, ഞാൻ കളിക്കാറില്ല. ഞാൻ അവരുടെ കൂടെ കളിക്കാറില്ല. ഐ ഡോണ്ട് പ്ലേ വിത്ത് ദം. ഐ ഡോണ്ട് പ്ലേ വിത്ത് ദം. വളരെ എളുപ്പമാണ്, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഐ ഡോണ്ട് റൺ, ഞാൻ ഓടാറില്ല. ഐ ഡോണ്ട് പ്രേ, ഞാൻ പ്രാർത്ഥിക്കാറില്ല. അടുത്തത് വി എന്ന് വെച്ചാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മള്. വി ഡോണ്ട് റൈറ്റ്, നമ്മൾ എഴുതാറില്ല, ഞങ്ങൾ എഴുതാറില്ല. വി ഡോണ്ട് സ്റ്റഡി, ഞങ്ങൾ പഠിക്കാറില്ല. വി ഡോണ്ട് പ്ലേ, ഞങ്ങൾ കളിക്കാറില്ല. വി ഡോണ്ട് റൺ, ഞങ്ങൾ ഓടാറില്ല. വി ഡോണ്ട് പ്രേ, ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. യു ഡോണ്ട് റൈറ്റ്, നീ എഴുതാറില്ല. യു ഡോണ്ട് സ്റ്റഡി, നീ പഠിക്കാറില്ല. യു ഡോണ്ട് പ്ലേ, നീ കളിക്കാറില്ല. യു ഡോണ്ട് റൺ, നീ ഓടാറില്ല. യു ഡോണ്ട് പ്രേ, നീ പ്രാർത്ഥിക്കാറില്ല. ദേക്ക് വരെ നമുക്ക് വേറെ ഏത് പ്ലൂരൽ വേണമെങ്കിലും വയ്ക്കാം. കുട്ടികൾ, അധ്യാപകര്, വിദ്യാർത്ഥികൾ, പാരന്റ്സ്, മാതാപിതാക്കൾ, ഏത് പ്ലൂരൽ വാക്കും വേണമെങ്കിൽ ദേക്ക് പകരം വയ്ക്കാം. അപ്പൊ ഇതെല്ലാം പ്ലൂരലാണ്. ദേ ഡോണ്ട് റൈറ്റ്, അവർ എഴുതാറില്ല. ദേ ഡോണ്ട് സ്റ്റഡി, അവർ പഠിക്കാറില്ല. ദേ ഡോണ്ട് പ്ലേ, അവർ കളിക്കാറില്ല. ദേ ഡോണ്ട് റൺ, അവർ ഓടാറില്ല. ദേ ഡോണ്ട് പ്രേ, അവർ പ്രാർത്ഥിക്കാറില്ല. ഇതാണ് നമ്മൾ നെഗറ്റീവ് ആയിട്ട് പറയുന്നത്. ഇത് 3ാമത്തെ വാചകമാണ്. ഇങ്ങനൊരു വാചകം കൂടിയുണ്ട്, ഇതിന്റെ നെഗറ്റീവ് ചോദ്യമുണ്ട്. അതോടെ ഈ പ്ലൂറൽ കഴിയും. പിന്നെ സിംഗുലർ ആണുള്ളത്, അത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ കാണും. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരാളെ കൂടി കിട്ടിയിട്ട് ഒരാൾ മലയാളം പറയും, അതിന്റെ ഇംഗ്ലീഷ് മറ്റേയാൾ പറയും. 10 പ്രാവശ്യമെങ്കിലും ഓരോ വാചകം ആവർത്തിക്കുക. ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്താൽ ഇംഗ്ലീഷ് ഭാഷ നല്ല ഒഴുക്കോടെ സംസാരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക. ഒരാൾ പറയും ഞാൻ എഴുതാറില്ല, അപ്പൊ മറ്റേയാള് ഐ ഡോണ്ട് റൈറ്റ്. ഞാൻ എഴുതാറില്ല, ഐ ഡോണ്ട് റൈറ്റ്. അപ്പൊ രണ്ടുപേരും അങ്ങനെ ആവർത്തിക്കുക. ഒരാൾ മലയാളം, മറ്റേയാൾ ഇംഗ്ലീഷ് പറയുന്നു. അങ്ങനെ ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ കിട്ടും. അടിസ്ഥാന രൂപം അറിഞ്ഞിരിക്കുക. ഈ പ്രസന്റ് ഫോം ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ ആ റൂള്, ഇംഗ്ലീഷ് നിയമമുണ്ട്. എന്താണ്? സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഇംഗ്ലീഷ് നിയമമാണ്. നമുക്ക് മലയാളത്തിൽ ആ നിയമം ഇല്ല, അതുകൊണ്ട് പറയുകയാണ്. അപ്പൊ ഇവിടെ ആയി നമ്മൾ കാണുകയുണ്ടായി. ഒരാളാണെങ്കിലും ഇംഗ്ലീഷിൽ ഇവിടെ പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ സിംഗുലർ ആയിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കും. ഇവിടെ എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഐ ഡോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വെർബിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, അത് പഠിക്കുക. അങ്ങനെ വാക്കുകൾ കൂടുതൽ പഠിക്കാനൊക്കെ പരിശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള്.
അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബിന്റെ ലിസ്റ്റിലെ 3ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അപ്പോൾ 4 ഫോംസ് ഉണ്ട്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ഫോംസ് ആയിരിക്കും എല്ലാ വെർബിന്റെയും നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ വാക്കുകൾ നോക്കുക, ഞാൻ വായിക്കുകയാണ്. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കീപ്, kept, kept. Sleep, slept, slept. Meet, met, met. Weep, wept, wept. Creep, crept, crept.
feel, felt, felt, sweep, swept, swept, kneel, knelt, knelt, dwell, dwelt, dwelt, build, built, built, burn, burned, burned. ഇങ്ങനെയുള്ള വെർബുകള് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് നമ്മൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്ക് വായിക്കാം. allow, allowed, allowed, arrive, arrived, arrived, attract, attracted, attracted, beg, begged, begged, borrow, borrowed, borrowed, carry, carried, carried, change, changed, changed, claim, claimed, claimed, command, commanded, commanded, complain, complained, complained, complete, completed, completed, continue, continued, continued, cry, cried, cried, dance, danced, danced, describe, described, described, develop, developed, developed, fail, failed, failed, flow, flowed, flowed. ഈ വാക്കുകൾ പഠിക്കുക. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് ഇവ എന്ന് മറക്കാതിരിക്കുക.